ഇന്നലെ ടോക്കിയോ ഹനേദ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടം പത്രത്തിലൊക്കെ ഇന്ന് വാർത്തയുണ്ട്. ഇന്നലെ തന്നെ ടെലിവിഷൻ ചാനലുകളിലൂടെ ഈ വാർത്ത പുറത്തു വന്നു. സത്യത്തിൽ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. ക്യാബിൻ ക്രൂവിന് ലഭിച്ച മികച്ച പരിശീലനം, അതുകൊണ്ട് അസാധാരണ ഒരു മനസ്സാന്നിധ്യം ഈ ക്രൂ കാണിച്ചു. അതുകൊണ്ടെന്താ നേട്ടമുണ്ടായത്? 300-ലേറെ യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അല്ലെങ്കിൽ രണ്ട് വിമാനങ്ങളൊക്കെ കൂട്ടിയിടിച്ച് തീ പിടിച്ചാൽ ആര് ബാക്കിയാകും? വ്യോമയാന ചരിത്രത്തിലെ അത്ഭുതമായിട്ടാണ് പലരും ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഈ റിപ്പോർട്ട് നിങ്ങൾക്കായി നമ്മൾ സമർപ്പിക്കുന്നു. കാണൂ. അസാധാരണമായ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു അത്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള 8 കുട്ടികളടക്കം 367 യാത്രികർ, 12 ക്യാബിൻ ക്രൂ അംഗങ്ങൾ. ജപ്പാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 516 വിമാനം ടോക്കിയോ ഹനേദ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യവേ മുന്നറിയിപ്പില്ലാതെ റൺവേയിലേക്ക് പ്രവേശിച്ച കോസ്റ്റ് ഗാർഡിന്റെ വിമാനത്തിലിടിച്ച് തീപിടിക്കുകയായിരുന്നു. കോസ്റ്റ് ഗാർഡ് വിമാനത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 6 പേർ, പൈലറ്റ് ഒഴികെ 5 പേരും മരിച്ചു. തീഗോളമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ജപ്പാൻ എയർലൈൻസിന്റെ വിമാനത്തിലെ യാത്രികരോട് ശാന്തരാകുവാനും സഹകരിക്കാനും ക്രൂ ആവശ്യപ്പെട്ടു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വിമാനത്തിന്റെ ഡോറുകൾ തുറന്നു. എമർജൻസി സ്ലൈഡുകൾ ഉപയോഗിച്ചാണ് യാത്രികരെ പുറത്തേക്കെത്തിച്ചത്. എഴുപതോളം ഫയർ എഞ്ചിനുകൾ വിമാനത്തിലെ തീ അണയ്ക്കാനെത്തി. ക്യാബിൻ ക്രൂവിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ലോകമെങ്ങു നിന്നും പ്രവഹിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക്. എന്തായാലും ഈ കാര്യം നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് അവർ രക്ഷിച്ചത്. കാരണം ഈ ക്യാബിൻ ക്രൂവിന് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, കാരണം തീപിടിക്കുന്ന സമയത്തൊക്കെ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നെങ്കിൽ, അതല്ല അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടനെ. പക്ഷേ അവിടെ 6 പേർ മരിച്ചിരുന്നു. അത് മറ്റേ കൂട്ടിയിടിച്ച വിമാനത്തിലുള്ള 6 പേരാണ് മരിച്ചത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ്, അതിൽ ശരിക്കും അതിനകത്തെ പൈലറ്റ് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് പത്ര റിപ്പോർട്ടുകൾ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 48 സെക്കൻഡും.